അയ്യാ വണക്കം മക്കളെ, ഏട്ടൻ പോവുകയാണ് മക്കളെ, വയനാട് നിന്നും ഏട്ടൻ പോവുകയാണ് മക്കളെ എന്നാണ് നമ്മുടെ രാഹുൽ ഗാന്ധി വിതുമ്പിക്കൊണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. തൊട്ടപ്പുറത്ത് നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി 2019 പ്രാണത്യാഗം ചെയ്ത് വയനാട്ടിലെ സീറ്റ് ഒഴിഞ്ഞു കൊടുത്ത ടി സിദ്ദിഖ് നിപ്പുണ്ടായിരുന്നു. മുതലാളി വെറും ഒരു തൊഴിലാളിയായി എന്നെപ്പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത മുതലാളിക്ക് ഈ വയനാട്ടിലെ ജനങ്ങളെ എങ്ങനെ പിരിഞ്ഞിരിക്കാൻ സാധിക്കും മുതലാളി എന്നാണ് ടി സിദ്ദിഖ് പറഞ്ഞത്. അപ്പൊ രാഹുൽ ഗാന്ധി എന്നാ പിന്നെ എനിക്ക് വേണ്ടി രമണൻ ഗോദയിലേക്ക് ഇറങ്ങട്ടെ എന്ന് പറയുമെന്ന് ടി സിദ്ദിഖ് വിചാരിച്ചു. പക്ഷെ രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെ എല്ലാം കൂടെ ആ പഠിച്ച് കയറ്റി കൊടുത്തു. എന്നാ പിന്നെ പ്രിയങ്ക മത്സരിക്കട്ടെ എവിടെ എന്നാണ് ടി സിദ്ദിഖിന്റെ മുഖത്ത് നോക്കി രാഹുൽ ഗാന്ധി പറഞ്ഞത്. അയ്യയ്യേ അതെന്തൊരു കഞ്ഞൻ തിരിവ് എന്ന് ടി സിദ്ദിഖ് മനസ്സിൽ പോലും ആലോചിക്കാത്തൊരു സമയം ഉണ്ടായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2019 രാഹുൽജി ജയിക്കട്ടെ എന്ന് പറഞ്ഞ് മനസ്സില്ലാ മനസ്സോടുകൂടി കയ്യിൽ കിട്ടിയ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തതാണല്ലോ ടി സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഈ ടി സിദ്ദിഖ് ഈ വയനാട്ടിൽ ഏത് കുറ്റിച്ചൂലിനെ നിർത്തി മത്സരിച്ചാലും ജയിക്കും UDFന്റെ. അവിടെ നിന്ന് ജയിച്ച് ചുളുവിന് നേരെ അങ്ങോട്ട് കയറിപ്പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് രാഹുൽ ഗാന്ധി കൂടും കുടുക്കി എടുത്തുകൊണ്ട് നേരെ വയനാട്ടിലോട്ട് ഓടി വന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിലോട്ട് വന്നപ്പോൾ എന്തായാലും മത്സരിച്ച് തോക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഉറപ്പുള്ളൊരു സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞാണ് വയനാട് രാഹുൽ ഗാന്ധിക്ക് വച്ച് നീട്ടിയത്. ഇപ്പോൾ കാണാം രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ ജയിച്ചു കഴിഞ്ഞ് വികാര നിർഭരമായ ഒരു പ്രസംഗമൊക്കെ നടത്തി തിരിച്ചു പോകുന്ന നേരത്തെങ്കിലും സിദ്ദിഖ് വിചാരിച്ച് കാണും ഇപ്പം കിട്ടുമെന്ന്. കിട്ടും, മാനത്തോട്ട് നോക്കിയിരുന്നോ എന്നായിരിക്കും കോൺഗ്രസ്സുകാർ പറഞ്ഞത്. ഇവിടുത്തെ തമ്മിത്തല്ല് കഴിഞ്ഞിട്ട് നമുക്കില്ല സീറ്റ്, പിന്നെയാണ് നിനക്ക് സീറ്റ് എന്നായിരിക്കും കോൺഗ്രസ്സുകാർ മൊത്തം ഇപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാഹുൽ ഗാന്ധി അവിടെ നിന്നും പോയി. രാഹുൽ ഗാന്ധി ഒരു വികാര നിർഭരമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തിയിട്ടാണ് പോയത്. ആരായാലും കരഞ്ഞു പോകും എന്നാണ് മനോരമ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ആ പ്രസംഗം എന്ന് പറയുന്നത് റായ്ബറേലിയും വയനാടും ഇത് രണ്ടും എനിക്ക് എൻ്റെ രണ്ട് കണ്ണുകൾ പോലെയാണ്. ആരെ ഉപേക്ഷിക്കും എന്ന് എനിക്കറിയില്ല, പക്ഷേ വയനാട്ടിലുള്ള ജനങ്ങൾ എന്നും എൻ്റെ ഇടനെഞ്ചിൽ കുടിയിരിക്കും എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. വയനാട് എനിക്ക് ഉപേക്ഷിക്കാൻ മനസ്സ് വരുന്നില്ല, എന്നാൽ റായ്ബറയിൽ നിന്ന് വിട്ടിങ്ങ് വരാനും എനിക്ക് മനസ്സ് വരുന്നില്ല. വയനാട്ടിലെ ജനങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവരാണ്, എന്നാൽ പിന്നെ ഇവിടെ വിട്ട് പോകാതിരുന്നൂടെ എന്ന് ജനങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ അയ്യോ അത് പറ്റൂല, എനിക്ക് മോദിജിയുമായിട്ട് ഫാസിസത്തിനെതിരെ യുദ്ധം ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് എനിക്ക് റായ്ബറേലിയാണ് ഇപ്പോൾ സേഫ്. പിന്നെ പോരാത്തതിന് ഹിന്ദി ഹൃദയഭൂമിയാണല്ലോ, ഇന്നലെ അവരെ ചാണക ഊപ്പിയായിരുന്നു, ഇന്ന് മുതൽ ഹിന്ദി ഹൃദയഭൂമി. അതാണ് UP എന്ന് പറയുന്നത്. ആ UPയിലെ റായ്ബറേലിയിൽ നമ്മൾ സീറ്റ് അടിപൊളിയായിട്ട് 4 ലക്ഷം ഭൂരിപക്ഷമൊക്കെ അടിച്ച് അവിടെ ഭയങ്കരമായിട്ടൊരു പ്രതാപത്തിൽ നിൽക്കുകയല്ലേ, അപ്പം പിന്നെ ആർക്ക് വേണം ഈ വയനാട് എന്നുള്ള രീതിയിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ വയനാട് ഉപേക്ഷിച്ച് റായ്ബറേലിയിലേക്ക് പോകാനായിട്ട് പോകുന്നത്. ആ വാർത്ത വന്ന ഉടൻ തന്നെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ, പല മാധ്യമങ്ങളും എസ്പെഷ്യലി മനോരമ, 1 ബോംബ് 2 ബോംബ് 3 ബോംബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതാ സഹോദരി പ്രിയങ്ക ചുരം കയറാൻ വരുന്നു, പ്രിയങ്ക പ്രിയപ്പെട്ടവരിൽ പ്രിയങ്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് അടിച്ചു തുടങ്ങി. ചുരം കയറി വരുന്നു പ്രിയങ്ക. നമ്മുടെ കിംബോയി പറയുന്നത് പോലെ പറന്നടിക്കും ടെർബോ, കയറി അടിക്കും ടെർബോ എന്ന് പറയുന്നത് പോലെയാണ് മനോരമ വലിയ രീതിയിൽ കിടന്ന് ആക്രോശിച്ചു തുടങ്ങിയത്. എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, വയനാട് ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും മത്സരിക്കും, അതുകൊണ്ട് ദേവി ഇത് വെറുപ്പിക്കരുത്. നിങ്ങൾക്ക് തന്നെ വയനാട് സീറ്റ് കിട്ടും. അതായത് UDFന് തന്നെ വയനാട് സീറ്റ് ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സീറ്റാണ്, അത് നിങ്ങൾക്ക് തന്നെ കിട്ടും. ദേവി ഇത് നാട്ടുകാരെയും വീട്ടുകാരെയും മൊത്തമുള്ള ആൾക്കാരെയും വെറുപ്പിക്കരുത്. കഴിഞ്ഞ ദിവസം മനോരമ കാട്ടിക്കൂട്ടിയത് എന്താണെന്ന് മനോരമയ്ക്ക് പോലും അറിഞ്ഞൂടാ. ഇന്ദിരാഗാന്ധിയുടെ കണ്ണുകൾ, ഇന്ദിരാഗാന്ധിയുടെ തലമുടി, സോണിയയുടെ പ്രസരിപ്പ്, രാഹുൽ ഗാന്ധിയുടെ അനിയത്തി എന്ന ഖ്യാതി, റോബർട്ട് വദ്രയുടെ ഭാര്യ എന്ന് പറയുന്ന അപഖ്യാതി, ഇതെല്ലാം കൊണ്ട് എന്തുകൊണ്ട് ഉത്തമയാണ് പ്രിയങ്ക. ആ പ്രിയങ്ക വയനാട്ടിലേക്ക് വരുന്നതിൽ ആർക്കാണ് എതിർപ്പുള്ളത്? വയനാട്ടിലെ ജനങ്ങൾക്കോ കേരളത്തിലെ ജനങ്ങൾക്കോ? കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും പ്രിയങ്കരിയാണ് പ്രിയങ്ക എന്നൊക്കെ പറഞ്ഞ് ഓവറാക്കി ചളവാക്കാട് എന്ന് മാത്രമേ പറയാനുള്ളൂ മനോരമയോട്. അങ്ങനെയൊക്കെ മനോരമ അടിച്ചു വെച്ചേക്കണം. പിന്നെ മാതൃഭൂമിയുടെ കാര്യമാണെങ്കിൽ പിന്നെ പറയണ്ട, താഴെ ബ്രേക്കിംഗ് ന്യൂസും ഫ്ലാഷ് ന്യൂസൊക്കെ ആയിട്ട് ചാടാ എന്നാണ്. ഒരു വെടിയും പുകയും മാത്രമേ മാതൃഭൂമിയിലുള്ള ആൾക്കാർക്ക് ഓർമ്മ കാണൂ എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. കഴിഞ്ഞ ദിവസം മാതൃഭൂമി പ്രിയങ്ക വരുന്നു എന്ന് പറഞ്ഞപ്പോൾ കൊടുത്ത ബ്രേക്കിങ്ങുകളാണ്: പ്രിയപ്പെട്ടവരെ പ്രിയങ്ക വരുന്നു, പ്രിയങ്കരിയോ പ്രിയങ്ക, സഹോദരി സൗത്തിലേക്ക്, വയനാടൻ വാറിഞ്ഞ് പ്രിയങ്ക, ചുരം കയറാൻ പ്രിയങ്ക എന്നൊക്കെ പറഞ്ഞു അതിഭീകരമായിട്ടുള്ള ബ്രേക്കിംഗ് ന്യൂസുകളാണ് നമ്മുടെ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി മാതൃഭൂമി കൊടുത്തത്. പക്ഷേ കൈരളി പീപ്പിൾ ശോകമൂകമായിരുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ ബിനോയ് വിശ്വം പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇത്തവണയും CPI മത്സരിക്കും, CPI ഇത്തവണ മത്സരിച്ചും ചെയ്യും, കപ്പടിക്കുകയും ചെയ്യും എന്നാണ് നമ്മുടെ ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും പ്രിയങ്ക ഗാന്ധി നേരെ വയനാട്ടിലേക്ക് വരികയാണ്. പ്രിയങ്ക വയനാട്ടിലേക്ക് വരുമ്പോഴും രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് പോകുമ്പോഴേക്കും സീറ്റ് UDF നിലനിർത്തുമെന്നുള്ള കാര്യത്തിൽ ആർക്കും വലിയ തർക്കമൊന്നും കാണില്ല എന്നുള്ളത് വേറൊരു കാര്യം. പിന്നെ വേറൊരാളെ സ്പെഷ്യൽ മെൻഷൻ ചെയ്യണമല്ലോ, അതായത് വയനാട് രാഹുൽ ഗാന്ധി ഒഴിഞ്ഞ് അമേഠിയിലേക്ക് പോകുമ്പോൾ വയനാട് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വരികയാണല്ലോ. അവിടെ CPI എന്നൊരു സ്ഥാനാർത്ഥി ഉണ്ടാകും, കോൺഗ്രസിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി വരുന്നു. ഇനി
BJP-യിൽ നിന്ന് കൂടി ഒരു സ്ഥാനാർത്ഥിയുണ്ട്, നമ്മുടെ ഗണപതി വട്ടം ജി. ഐ ആം ത്രിൽഡ് എന്ന് പറഞ്ഞ് ഉടുപ്പും തച്ചു വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഈശ്വര എന്നാണ് നാട്ടുകാർ മൊത്തം, പ്രത്യേകിച്ച് BJP-യുടെ അണികൾ മൊത്തം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 19% വോട്ടുണ്ട് BJP-ക്ക്. അവിടെ ചെന്ന് വാ തുറന്ന് ഈ 19% വോട്ടിൻ്റെ ഒരു വില കൂടെ കളയരുത് എന്നും BJP അണികൾ കഴിഞ്ഞ ദിവസം തന്നെ സോഷ്യൽ മീഡിയയിൽ അങ്ങും ഇങ്ങും കുറിക്കുന്നത് ഞാൻ കണ്ടതാണ്. ജിക്ക് നല്ല വിലയാണ് ഇവിടെയെങ്കിലും പുറത്ത് പുല്ല് വില ആയതുകൊണ്ട് പറഞ്ഞതാണ്. എന്ത് തന്നെയായിരുന്നാലും പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസം മനോരമ പ്രസിദ്ധീകരിച്ച ഹൃദയഹാരിയായ ഒരു കുറിപ്പുണ്ട്. ആ കുറിപ്പ് ഇത്തരത്തിലാണ്: പ്രിയപ്പെട്ടവളാകാൻ പ്രിയങ്ക, ഇന്ദിരയുടെ കരുത്ത്, സോണിയയുടെ പ്രസരിപ്പ്, രാഹുലിൻ്റെ അനിയത്തി. ഇത് മൂന്നുമാണ് ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. രാഹുൽ പുഞ്ചിരിയാണെങ്കിൽ നിറച്ചിരിയാണ് പ്രിയങ്ക. ഉള്ളു നീറുമ്പോഴും മുഖത്തുണ്ടാകും മായാത്ത ആ ചിരി. ഏത് കൊടുങ്കാറ്റിലും കെടാത്ത തിരിവെട്ടം. അവസരങ്ങൾ പലകുറി വന്നപ്പോഴും മാറി നിന്നതാണ് ചരിത്രം. അത് ഏതാണോ എന്തോ. ഒടുവിൽ നിർണായക ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ സഹോദരി പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ, ഇറങ്ങുകയാണ്. അതായത് പൊട്ടിത്തള്ളി ഇരുന്നപ്പോഴെല്ലാം വീട്ടിൽ കയറിയിരുന്നു. ഇപ്പോൾ ഒരു പ്രസരിപ്പ് വന്നപ്പോൾ കോൺഗ്രസ് ഒരു 99 സീറ്റ് രാജ്യം മൊത്തം ഓടിച്ചിട്ട് പിടിച്ച് ഇന്ത്യ സഖ്യം 237 സീറ്റും കടന്ന് മുന്നേറിയപ്പോൾ എന്നാ പിന്നെ ഞാനും കൂടെ വന്നേക്കാം എന്ന് പറഞ്ഞ് വരുമ്പോഴാണ് അവസരങ്ങൾ പലകുറി ഉണ്ടായിരുന്നു, പക്ഷേ പ്രിയങ്ക ഇറങ്ങിയില്ല. കണ്ടോ, പ്രിയങ്ക വരുന്നത് കണ്ടോ, ഇതാണ് ചുവടുവെപ്പ്, മാസ്റ്റർ മൂവാണ് എന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കുകയാണ് കുറേ എണ്ണം. അങ്ങനെ നിർണായക ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ സഹോദരി പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ്. കേരളത്തിൽ നിന്നും രാഹുലിൻ്റെ പകരക്കാരിയായി ഗാന്ധി കുടുംബാംഗം തന്നെ വയനാട്ടിലേക്ക് വരുന്നു. ഏത് ഗാന്ധി കുടുംബം? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാത്തതും ചോദിക്കുകയാണ്, ഇത് ഏത് ഗാന്ധി കുടുംബം? നമ്മുടെ ഉല്ലാസ് ആരെങ്കിലും കൗണ്ടർ അടിച്ചാൽ ചോദിക്കുമല്ലോ, ഇതിലെവിടെയാണ് ഹാസ്യം എന്ന് ചോദിക്കുന്നത് പോലെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിലെവിടെയാണ് ഗാന്ധി കുടുംബം? ഈ ഗാന്ധി കുടുംബമാണോ ഗണ്ഡി കുടുംബമാണോ? നിങ്ങൾ മനോരമയെങ്കിലും ഇങ്ങനെ കാണിക്കരുത്. അത് സമ്മതിച്ചു, നിങ്ങൾ UDF-ൻ്റെ ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷേ സത്യം പോലെ പറയണമല്ലോ. മഹാത്മാഗാന്ധിയുമായിട്ട് എന്താണ് പ്രിയങ്ക ഗാന്ധിക്കുള്ള രക്തബന്ധം എന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഇത് കുറേ കാലമായിട്ട് ചോദിക്കുന്നതാണ്. എന്തായിരുന്നാലും പ്രിയങ്ക ഗാന്ധി ഗണ്ഡി കുടുംബം തന്നെ വയനാട്ടിലേക്ക് വരുന്നു എന്നൊരു തിരുത്തുണ്ട്. ഉത്തരേന്ത്യയിൽ രാഹുലും ദക്ഷിണേന്ത്യയിൽ പ്രിയങ്കയും പട നയിക്കുമ്പോൾ കോൺഗ്രസിന് കൈവരുന്നത് പുത്തൻ ഊർജം. സഹോദരങ്ങൾ കൈകോർക്കുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ കോട്ടക്കൊത്തളങ്ങൾ വിറയ്ക്കുമെന്ന് നേതൃത്വങ്ങൾ പ്രത്യാശിക്കുന്നു. ആ ആശ അനാവശ്യ ആശയാണെന്ന് ചിലപ്പോൾ തോന്നിയേക്കും. അതുകൊണ്ട് കൂടുതൽ അങ്ങനെയൊന്നും ആശിക്കണ്ട. ഇനി ഇന്ദിരാഗാന്ധിയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ പോവുകയാണ്. കാരണം നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ തലമുടിയും ഇന്ദിരാഗാന്ധിയുടെ മൂക്കും ഇന്ദിരാഗാന്ധിയുടെ രൂപസാദൃശ്യവുമാണ് പ്രിയങ്ക ഗാന്ധിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പ്രധാനമായിട്ട് വോട്ട് പിടിക്കുന്നത്. മുത്തശ്ശി മരിക്കുമ്പോൾ എനിക്ക് വയസ്സ് 12, ചേട്ടന് 14. ഇപ്പോഴും ആ ഓർമ്മകൾ എൻ്റെ ഉള്ളിൽ വിങ്ങലായുണ്ട്. ഞാൻ രാഹുലിനെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രിയങ്കയുടെ ഈ വാക്കുകൾ ഹൃദയത്തിലാണ് വയനാട്ടുകാർ സ്വീകരിച്ചത്. 2024 തെരഞ്ഞെടുപ്പിലും രാഹുലിനോടും പ്രിയങ്കയോടുമുള്ള പ്രിയം വയനാട്ടുകാർ വമ്പൻ ഭൂരിപക്ഷമായി രേഖപ്പെടുത്തി. അതെങ്ങനെയാടേ? 2019 4 ലക്ഷം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 2024 ഭൂരിപക്ഷം കുറയല്ലേ ചെയ്തത്? 3 ലക്ഷമായിരുന്നില്ലേ? അപ്പോൾ പിന്നെ രാഹുലിനോടും പ്രിയങ്കയോടും അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഭൂരിപക്ഷം കൂട്ടിക്കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്? അതെങ്ങനെയാണ് കുറയുന്നത്? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. ഇനി അടുത്തത്, വയനാടിനെ ഹൃദയവേദനയോട് ഉപേക്ഷിച്ച് റായ്ബറേലിയുടെ MP ആകാൻ രാഹുൽ തീരുമാനിക്കുമ്പോൾ ആ വാചകം നേരിയ തിരുത്തലോടെ വീണ്ടും മുഴങ്ങുന്നു. ഞാൻ പ്രിയങ്കയെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ അമ്പരിപ്പിക്കാൻ അപ്രതീക്ഷിത നീക്കങ്ങൾ നടത്താൻ മിടുക്കിയാണ് പ്രിയങ്ക. സ്നേഹരാഷ്ട്രീയവും ജനാധിപത്യ അവകാശങ്ങളും ഗാന്ധി കുടുംബത്തിലെ ഇളമുറക്കാരിക്ക് പ്രിയവുമാണ്. മുത്തശ്ശിയും മുൻ പ്രധാനമന്ത്രിയുമായ ഇന്ദിരാഗാന്ധിയുടെ നിശ്ചയദാർഢ്യവും മുഖച്ഛായയും അമ്മ സോണിയാഗാന്ധിയുടെ പ്രസരിപ്പുമാണ് പ്രിയങ്കയെ വേറിട്ട് നിർത്തുന്നത്. അപ്പോൾ സ്വന്തമായിട്ടൊന്നും ഇല്ലല്ലേ? മുത്തശ്ശിയുടെ മുഖച്ഛായയും അമ്മച്ചിയുടെ പ്രസരിപ്പുമൊക്കെ ഉള്ളൂ. ഇപ്പോൾ സ്വന്തമായിട്ട് പ്രവർത്തന പാരമ്പര്യമില്ല, പ്രവർത്തിച്ച ഒരു ശീലമില്ല, ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള. അല്ല, സത്യം പറഞ്ഞാൽ നിങ്ങൾ ജനങ്ങളെ ആക്ഷേപിക്കുകയാണ്. എനിക്കറിയാൻ പാടില്ല, ഞാൻ കുറച്ച് സീരിയസ് ആവാം. എനിക്ക് അറിയാൻ പാടില്ലാത്ത ചോദിക്കുക, ഈ മുത്തശ്ശിയുടെ പ്രസരിപ്പും പിന്നെ അമ്മയുടെ ആ ഒരു കർമ്മകുശലതയൊക്കെ കൊണ്ടുവരുമ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് എന്താണ് ക്വാളിറ്റി? അത് വയനാട്ടിലെ ജനങ്ങളെ നിങ്ങൾ കളിയാക്കണം. എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. കുറേ നാളായിട്ട് നിങ്ങൾ ഈ പഴയ ബോംബ് കഥ വെച്ച് അലക്കുന്നു. മുത്തശ്ശിയുടെ മൂക്കൊണ്ട് മഹാത്മാഗാന്ധിയുടെ സഹിഷ്ണുതയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലക്കുന്നു. അല്ല, എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഇനി എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കാം. സങ്കടത്തിൻ്റെ അലയാഴിയിൽ ഉലയാത്ത ആഹ്ലാദത്തിൻ്റെ പൂരപ്പറമ്പിൽ ആർപ്പ് വിളിക്കുന്ന ഊർജ്ജസ്വല. അപ്പം നിങ്ങൾ വിചാരിക്കും ഏഷ്യാനെറ്റിലെ കുങ്കുമപ്പൂവിൻ്റെ പരസ്യമാണെന്ന്. അല്ല, ഇത് മനോരമ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി എഴുതിയ കുറിപ്പാണ്. പിതാവ് രാജീവ് ഗാന്ധിയുടെ സംസ്കാര ചടങ്ങുകളിൽ വീട്ടുകാരെ ചേർത്ത് പിടിച്ചും സ്റ്റേഡിയത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം കണ്ടിരിക്കെ തുള്ളിച്ചാടിയതും ഒരേ പ്രിയങ്കയായിരുന്നു. ഓഹ്, സാഹിത്യ കുലപതി.
ജനക്കൂട്ടങ്ങളെ ആകർഷിക്കുകയും അനായാസമായി സമ്മതിക്കുകയും ചെയ്യുന്ന ഗാന്ധി കുടുംബത്തിലെ സ്വാഭാവിക രാഷ്ട്രീയക്കാരിയാണ് പ്രിയങ്ക. കോൺഗ്രസ് കാത്തുസൂക്ഷിച്ച റാണി തുറുപ്പു ചീട്ട്, കുടുംബമഹിമ വച്ചു നീട്ടുന്ന ആനുകൂല്യങ്ങളെയും സൗകര്യങ്ങളെയും കുറിച്ച് രാഹുൽ ബോധവാനായിരുന്നു. അതിനാൽ യോഗ്യതയുണ്ടെന്ന് തെളിയിച്ച് മാത്രം സ്ഥാനമേൽക്കാൻ താല്പര്യപ്പെട്ടു. അയ്യടാ, വെള്ള പൂശി എടുക്കുകയാണ്. ഈ രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ സിസ്റ്റം ഉണ്ടല്ലോ, അതായത് എൻ്റെ അച്ഛൻ പ്രധാനമന്ത്രിയായിരുന്നു, എൻ്റെ മുത്തശ്ശി പ്രധാനമന്ത്രിയായിരുന്നു, എൻ്റെ അമ്മ ഇതിനകത്തുകൂടെ സഞ്ചരിച്ച ഒരാളാണ്, ഞാനും ഈ സിസ്റ്റത്തിനകത്ത് തന്നെ ഉള്ള ആളാണ്, അതായത് ഈ കുടുംബത്തിനകത്ത് തന്നെ ഒരാളാണ്, ഞാനും വെറും ബ്ലഡ് അല്ല റോയൽ ബ്ലഡ് ആണെന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. ആണോ അല്ലയോ? പറഞ്ഞു കൊടുക്കടാ രമണ, ഞങ്ങളുടെ രക്തമെന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാണ് എന്നുള്ള രീതിയിലാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. അപ്പോൾ ഇപ്പോൾ കുടുംബമഹിമ വെച്ച് നീട്ടുന്ന ആ ഒരു ആനുകൂല്യങ്ങൾ രാഹുൽ ഗാന്ധി വേണ്ടാന്ന് പറഞ്ഞത് സമ്മതിച്ചു. നിങ്ങൾക്കൊരു വിജയം കിട്ടി. ഈ ഒരു വിജയം കിട്ടിയപ്പോൾ ഇതിനെ ഇങ്ങനെ ഓവറാക്കി ചളമാക്കി ജനങ്ങളെ വെറുപ്പിക്കുന്നതിനോട് എനിക്ക് യാതൊരുവിധ താല്പര്യമില്ല എന്ന് ഞാൻ ആദ്യമേ പറയാം. 10 വർഷം ഭരണത്തിന്റെ പിന്നണിയിലും അടുത്ത 10 വർഷം പ്രതിപക്ഷത്തിന്റെ മുന്നണിയിലും നിന്നു രാഹുൽ. പല അവസ്ഥകളിൽ രാജ്യത്തെയും രാഷ്ട്രീയത്തെയും കണ്ടറിഞ്ഞു. കുറെ കൊണ്ടറിഞ്ഞു. ഭാരത് ജോഡോ യാത്രയിലൂടെ ഇന്ത്യ മുഴുവൻ നടന്നെത്തി. ഭാരത് ജോഡോ യാത്ര കയറിപ്പോയത് കർണാടകയിലൂടെയൊക്കെയാണ്. ഈ കർണാടകയിൽ പ്രജ്വൽ രേവണ്ണെ ഇറക്കിയിട്ട് പോലും കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടി? BJPക്ക് അവിടെ സീറ്റിൽ വലിയ ഇടിവൊന്നും ഉണ്ടായില്ല. പിന്നെ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയത് അത് മഹാരാഷ്ട്രയിലാണ്. അത് അവിടുത്തെ BJPയുടെ അളിഞ്ഞ രാഷ്ട്രീയവും തമ്മിത്തല്ലും ശിവസേന പോലെയുള്ള പാർട്ടികളെ പിളർത്തിയെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് കിട്ടിയത്. പിന്നെ RSS ഇത്തവണ BJPക്ക് വലിയ രീതിയിൽ പിന്തുണ കൊടുത്തില്ല. അതും നിങ്ങൾക്ക് വലിയ രീതിയിലുള്ളൊരു നേട്ടമായി മാറി എന്നുള്ളത്. അതായത് ഈ നരേന്ദ്രമോദി RSS ഒന്നിച്ച് നിന്നൊരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ എന്ന് എല്ലാവർക്കും അറിയാം. ഇത്തവണ RSS പറന്തിരിഞ്ഞു നിന്നു. അതുകൊണ്ട് BJPക്ക് സ്വപ്പ സീറ്റ് കുറഞ്ഞു. എങ്കിലും NDA സഖ്യത്തിന് 302-ൽ കൂടുതൽ സീറ്റുകളുമായി അവർ അവിടെ അധികാരത്തിൽ ഇരിപ്പുണ്ട് എന്ന് ആലോചിച്ചു വേണം. അതുകൊണ്ട് കൂടുതൽ കുന്തളിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. അറിവും അഴകും ഗാംഭീര്യവും ഒത്തുചേർന്ന നേതാവാണ് പ്രിയങ്ക. കോട്ടൺ സാരി ഉടുത്ത് ബോബ് ചെയ്ത മുടിയുമായി മുന്നിൽ വന്നു നിന്നാൽ ഇന്ദിരാഗാന്ധിയെ ഓർമ്മിപ്പിക്കുന്ന ഭാവം. കോട്ടൺ സാരിയിൽ പൊടിക്കമ്മലിൻ്റെ മാത്രം ആഡംബരത്തിലും സ്റ്റൈലിഷാണ് പ്രിയങ്ക. സോണിയയുടെ പകരക്കാരിയായി റായ്ബറേലിയിൽ മത്സരിച്ച് ലോക്സഭയിൽ എത്തുമെന്ന നേരത്തെയുള്ള കണക്കുകൂട്ടലുകൾ തെറ്റിച്ചാണ് സർപ്രൈസ് താരമായി പ്രിയങ്ക വയനാട്ടിലെത്തുന്നത്. ഭർത്താവും ബിസിനസ്സുകാരനുമായ റോബർട്ട് വാദ്രയ്ക്കെതിരായ സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളെ മറികടക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് പ്രിയങ്ക വോട്ട് തേടുന്നത്. അതെന്തൊരു കന്നന്തരിയോടെ നിങ്ങൾ ഇത്രയും നേരം പ്രിയങ്കയുടെ അറിവിനെക്കുറിച്ച് പറഞ്ഞു, അഴകിനെക്കുറിച്ച് പറഞ്ഞു, പൊടിക്കമ്മലിനെ കുറിച്ച് പറഞ്ഞു, എന്നിട്ടൊരു സദ്യ മൊത്തം മുളപ്പിട്ട് സൈഡിൽ ഒരു കാക്കക്കാട്ടം വെച്ച പോലെ റോബർട്ട് ഇതൊക്കെ ഉണ്ട് എങ്കിലും അതൊക്കെ ഓവർകം ചെയ്യും. അത് ഓവർകം ചെയ്തില്ലെങ്കിലും വയനാട്ടിലുള്ള ജനങ്ങൾ വോട്ട് കുത്തും എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇത്രയ്ക്ക് വെള്ളം കോരേണ്ട ആവശ്യമൊന്നുമില്ല. പ്രിയങ്ക അവിടെ ജയിച്ചോളൂ. ഇനി അടുത്തത്, ബംഗ്ലാദേശ് യുദ്ധത്തിന് ഇന്ദിരാഗാന്ധി പിന്തുണയേകിയ കലുഷിത കാലത്ത് ജനിച്ച രാഹുലിന് എങ്ങനെ കണക്ട് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കണം. ബംഗ്ലാദേശ് യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധി നേതൃത്വം കൊടുത്തു. അപ്പോഴാണ് രാഹുൽ ഗാന്ധി ജനിച്ചിരിക്കുന്നത്. ആ ജനിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ സഹോദരിയാണ് പ്രിയങ്ക. നമ്മുടെ KM ഷാജഹാൻ ഉണ്ടല്ലോ, ഇലക്ട്രിഫിക്കേഷൻ. ഷാജഹാൻ എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിഫിക്കേഷൻ. പ്രിയങ്ക ഗാന്ധി വന്ന് അവിടെയുള്ള ജനങ്ങളുടെ കയ്യിൽ തൊടുകയാണ് എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങളുടെ ഒരു കാര്യം എന്ന് പറയുന്നത്. സമ്മതിച്ചു തരണം. അയ്യോ, തൊലിക്കട്ടി എന്ന് പറഞ്ഞാൽ കാണ്ടാമൃഗം മാറിയുന്നു. ആ വരി ഒന്നുകൂടെ വായിക്കാം. ബംഗ്ലാദേശ് യുദ്ധത്തിന് ഇന്ദിരാഗാന്ധി പിന്തുണയേകിയ കലുഷിത കാലത്ത് ജനിച്ച രാഹുലിന് ഐഡിയലിസ്റ്റിക് എന്ന വിശേഷണമാണ് ചേരുക. എനിക്ക് വയ്യ. എന്നാൽ രാജ്യത്തെ നയിക്കാൻ 56 ഇഞ്ച് നെഞ്ചളവല്ല വിശാല ഹൃദയമാണ് വേണ്ടതെന്ന് 2014 തന്നെ നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ച് സൗമ്യതീക്ഷ്ണമായി പ്രിയങ്ക പറയുന്നുണ്ടായിരുന്നു. ഉത്തർപ്രദേശിൽ അമ്മയുടെയും സഹോദരൻ്റെയും ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം പ്രചാരണം ഒതുക്കിയിരുന്ന പ്രിയങ്ക, അങ്ങനെ വേണം, ഉത്തർപ്രദേശിൽ മാത്രം പ്രചാരണം ഒതുക്കിയിരുന്ന പ്രിയങ്ക അടുത്തിടെയായി കേരളത്തിൽ ഉൾപ്പെടെ രാജ്യമെമ്പാടും സജീവ സാന്നിധ്യവുമായി. അതെപ്പോഴാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടട്ടോ, അമ്മയാണ് ഞാൻ. രാഹുൽ പറഞ്ഞതുപോലെ ഇനി വയനാടിനെ പ്രതിനിധീകരിക്കാൻ 2 പേരുണ്ടാകുമോ? പ്രിയത്തോടെയുള്ള കാത്തിരിപ്പിലാണ് നാട് എന്നാണ് പറഞ്ഞത്. രാഹുൽ ഗാന്ധി വന്നു നിന്നു. വയനാട് എന്തൊക്കെ അട്രോസിറ്റീസ് ഉണ്ടായെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വയനാട്ടിലുള്ള ജനങ്ങൾ തെരുവിലിറങ്ങി അവിടെയുള്ള വന്യജീവി ആക്രമണത്തിൽ വലിയ രീതിയിൽ പ്രക്ഷോഭം നടത്തിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആ സമയത്ത് രാഹുൽ ഗാന്ധി ഒരു പ്രതിരോധത്തിലായപ്പോൾ രാഹുൽ ഗാന്ധി വലിയ രീതിയിൽ വയനാട്ടിലുള്ള ജനങ്ങളെ സോപ്പിടാനായിട്ട് ഇങ്ങോട്ട് ഓടി വന്നു. അല്ലാതെ രാഹുൽ ഗാന്ധി വയനാടുള്ള ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. രാഹുൽ ഗാന്ധി വയനാടിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഞാൻ ചോദിക്കുന്നതിന് ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അതായത് കഴിഞ്ഞ ദിവസം 24 ന്യൂസിലെ വേണു ബാലകൃഷ്ണന്റെ ഒരു വാർത്ത ഞാൻ കാണാനായിട്ട് ഇടയായി. അതായത് സുരേഷ് ഗോപി തൃശ്ശൂരിന് എന്തു കൊടുത്തു എന്നുള്ളതാണ് വേണു ബാലകൃഷ്ണൻ ചോദിക്കുന്നത്. ശക്തൻ മാർക്കറ്റിന് MP ആയിരുന്ന സുരേഷ് ഗോപി 1 കോടി രൂപ കൊടുത്തു. പ്രസാർ പദ്ധതി വഴി 350 കോടിയാണ് തൃശ്ശൂരിലേക്ക് സുരേഷ് ഗോപി എത്തിച്ചത്. അത് കഴിഞ്ഞ് അമൃത് പദ്ധതി വഴി 400 കോടി രൂപയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിന് വേണ്ടി എത്തിച്ചത്. ഇത് കഴിഞ്ഞിട്ട് വേണു ബാലകൃഷ്ണൻ ഒരു കാര്യം പറയുന്നുണ്ട്. MP ആയ ഒരു മനുഷ്യൻ കേന്ദ്രമന്ത്രിയല്ല, അത് കേരളത്തിൽ നിന്നല്ല MP ആയിരിക്കുന്നത്, രാജ്യസഭ MP ആണ്. നമ്മളെ ജോൺ ബ്രിട്ടാസൊക്കെ രാജ്യസഭ MP ആണ്. അത് ആലോചിച്ചോണം. ഇങ്ങനെയുള്ള ഒരാൾ
തൃശ്ശൂരിന് വേണ്ടി കൊടുത്തത് 350 പ്ലസ് 400 അപ്പം തന്നെ 750 കോടിയായി. ഈ 750 കോടി പ്ലസ് 1 751 കോടി രൂപയാണ് തൃശ്ശൂരിന് വേണ്ടി കൊടുത്തത്. രാഹുൽ ഗാന്ധി എന്താണ് വയനാടിന് വേണ്ടി കൊടുത്തത്? അല്ല, അറിയാൻ ഉള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്. അപ്പോഴും നിങ്ങൾ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഇന്ദിരാഗാന്ധിയുടെ മുടിയും ഇന്ദിരാഗാന്ധിയുടെ മൂക്കും സോണിയാഗാന്ധിയുടെ പ്രസരിപ്പും പിന്നെ ബംഗ്ലാദേശ് യുദ്ധ സമയത്താണ് രാഹുൽ ഗാന്ധി ജനിച്ചത്, അപ്പം പ്രധാനമന്ത്രി നമ്മുടെ ഇന്ദിരാഗാന്ധി ആയിരുന്നല്ലോ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. വയനാട്ടിലെ ജനങ്ങളെ വിധി അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.